എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ നമ്മുടെ മറ്റൊരു പ്രോഫിറ്റബിൾ ദിവസം കൂടെ അവസാനിച്ചിരിക്കുകയാണ്. നല്ലൊരു മാർക്കറ്റായിരുന്നു അന്ന്. അത്യാവശ്യം വോളറ്റിലിറ്റി ഉണ്ടായിരുന്നെങ്കിലും നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റി. കാലത്ത് തന്നെ ഒരെണ്ണം SL ഹിറ്റായെങ്കിലും ഞങ്ങൾ തളർന്നില്ല. ഓക്കെ, എനിക്ക് മറ്റൊരു കാര്യം ഈ നമ്മുടെ കാഴ്ചക്കാരോട് പറയാനുള്ളത്, നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പ് ഫാമിലി അല്ലാത്തവരോട്, ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവരോട് പറയാനുള്ളത്, ഞങ്ങൾക്കൊരു ഗ്രൂപ്പുണ്ട്, ആഫ്റ്റർ ഓപ്ഷൻ ട്രേഡ്. നിങ്ങൾ ഇതിലില്ലെങ്കിൽ ഇപ്പോൾ തന്നെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കുണ്ട്, ജോയിൻ ചെയ്യാം. ഇവിടെ ഞങ്ങൾ ദിവസവും 1-2 കോളുകൾ കൊടുക്കാറുണ്ട്. ഇന്ന് കൊടുത്തിട്ടില്ല, കാരണം ഇന്ന് ട്രേഡിങ്ങിൻ്റെ അപാരമായ തിരക്കായിരുന്നു. ചറപറ ട്രേഡിംഗ് ആയതുകൊണ്ട് ഇന്ന് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഓക്കെ, അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് മറ്റൊരു ഗ്രൂപ്പുണ്ട്. ഇത് ഒരു VIP ഗ്രൂപ്പ് എന്നൊക്കെ പറയാം. അപ്പോൾ VIP ഗ്രൂപ്പ് എന്ന് പറയണുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൽ നല്ല പ്രോഫിറ്റബിൾ ഡേ ആണ് ഇന്ന്. ഓക്കെ, അപ്പോൾ ഇതിലേക്കൊക്കെ ചേരേണ്ട വഴികളൊക്കെ നമുക്ക് നേരത്തെ പറഞ്ഞ ഈ ഗ്രൂപ്പ് വഴി നോക്കാം. പിന്നെ ഞങ്ങൾക്ക് മറ്റൊരു ഗ്രൂപ്പുണ്ട്, ആഫ്റ്റർ ഓപ്ഷൻ കമ്മോഡിറ്റി. അപ്പോൾ ഇതിൽ സ്റ്റോക്ക് ഓപ്ഷനും നാച്ചുറൽ ഗ്യാസ് കമ്മോഡിറ്റിയൊക്കെയാണ് ഇതിൽ കൊടുക്കാറുള്ളത്. ഓക്കെ, അത്യാവശ്യം നല്ല പ്രോഫിറ്റായിട്ടാണ് ഇതിലെ ആളുകൾ ദിവസവും പോകുന്നത്. ഇന്നൊന്നും കൊടുത്തിട്ടില്ല, ഇന്ന് ഹാവൽസാണ് കൊടുത്തത്, അത് എൻട്രി ലഭിച്ചിട്ടില്ല. ഇനി ഞങ്ങൾക്ക് മറ്റൊരു ഗ്രൂപ്പ് കൂടെ ഉണ്ട്, അതിപ്പോൾ അടുത്ത് തുടങ്ങിയതാണ്, ആഫ്റ്റർ ഫോറക്സ്. ഈ ഫോറക്സ് എന്ന് പറയുമ്പോൾ ഫോറക്സ് മാത്രമല്ല, ഇതിൽ ക്രിപ്റ്റോ കറൻസി അതുപോലെ കമ്മോഡിറ്റിയൊക്കെ വരും, US ഓയിലൊക്കെ ഇതിൽ വരും. അത്യാവശ്യം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട്. ഒന്നുമില്ലെങ്കിൽ മിനിമം ഒരു $10 $15 സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ കഴിയും. ഓക്കെ, ഇതിന് നിങ്ങളൊന്നും ചെയ്യേണ്ട, ഞങ്ങളുടെ റെഫറൽ കോഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു 2 മാസം നിങ്ങളെ ഞങ്ങളോടൊപ്പം കൂട്ടാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഇന്ന് സ്ലൈറ്റ്ലി ഒരു ഡൗണിൽ, അതായത് ഗ്യാപ്പ് ഡൗൺ സ്ലൈറ്റ്ലി ഓപ്പൺ ചെയ്ത്, അതായത് ഇന്നലത്തേതിലും വെച്ചിട്ട് ഒരു 20 പോയിൻ്റ് താഴെ ഓപ്പൺ ചെയ്ത് പിന്നെ പതുക്കെ കയറുന്നതായിട്ടാണ് കണ്ടത്. 1 അവർ ടൈം ഫ്രെയിമിൽ നോക്കുക, ഒരു ബുള്ളിഷ് ക്യാനിൽ വെച്ചിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് നല്ലൊരു മുന്നേറ്റമാണ് കാഴ്ചവെച്ചത്. അതിൻ്റെ 2 ഇരട്ടി താഴത്തേക്ക് വരികയും ചെയ്തിട്ടുണ്ട്. അവസാനത്തെ 1 അവറിൽ ചെറുതായൊരു ഗ്രീൻ ക്യാൻഡിലും ഫോം ആയിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ ഒരു ട്രെൻഡ് ലൈൻ നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇന്നലെ പറഞ്ഞ രൂപത്തിൽ ഇന്നും ബോധ്യമാവുന്നത്. ഓക്കെ, നമ്മൾ ഇന്നലെ പറഞ്ഞത് ഇതിന് മുകളിൽ വന്നാൽ എടുത്ത് പോകാമെന്നാണ്. ഓക്കെ, അത് നമുക്ക് അനാലിസിസ് നോക്കാം. ഇന്നലെ പറഞ്ഞത് ഇവിടെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിഫ്റ്റി, ഓക്കെ, 10-ാം തീയതിയിലെ നിഫ്റ്റി 25,185 മുകളിൽ. കാരണം വേറൊരു ഇതുണ്ട്, ഇവിടെ നിന്ന് നമ്മൾ എൻട്രി എടുക്കണ്ട എന്നാണ് പറഞ്ഞത്. ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് ഇത് ബ്രേക്ക് ചെയ്തതിന് ശേഷം എടുത്താൽ മതി എന്നുള്ള രീതിയിലാണ് ഇവിടെ നിന്ന് എൻട്രി എടുത്ത് പോകാൻ പറഞ്ഞത്. അപ്പോൾ ഏതായിരുന്നാലും മാർക്കറ്റ് 1 അവറിൽ നോക്കുമ്പോൾ നമുക്ക് ഇവിടെയാണ് ഓപ്പൺ ചെയ്ത് 1 അവർ, അതിനുശേഷം ഇതാണ് ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് 25,113. അപ്പോൾ എന്തായാലും ഇവിടേക്ക് വന്നിട്ടില്ല, ഇവിടെ 17 പോയിൻറ്റിന് മാറ്റുണ്ട്. ഇനി താഴേക്ക് നമ്മൾ പറഞ്ഞത് 24,970 താഴെയാണ്. 1 അവർ ടൈം ഫ്രെയിമിൽ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എൻട്രി എടുക്കാം. ഓക്കെ, ഇതാണ് 1 അവർ ടൈം ഫ്രെയിം. ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തു, നമുക്ക് അടുത്ത ക്യാൻഡിൽ ഫോമായി. അടുത്ത ക്യാൻഡിലേക്ക് മാറ്റുമ്പോൾ നമ്മളെപ്പോഴും 5 മിനിറ്റിലേക്ക് മാറ്റണം. ഞാനത് പലപ്പോഴും പറയാറുണ്ട്, പലപ്പോഴും പറയാൻ മറക്കാറുണ്ട്. ഓക്കെ, നമ്മൾ 1 അവർ ടൈം ഫ്രെയിം ക്രോസ് ആൻഡ് ക്ലോസ് ആയതിനു ശേഷം അപ്പോൾ തന്നെ 5 മിനിറ്റ് ക്യാൻഡിലേക്ക് മാറ്റണം. അതായത് നമുക്ക് ഇവിടെ ഒരു അടയാളം വയ്ക്കാം, എന്നാലാണ് ഇത് 5 മിനിറ്റിലേക്ക് മാറ്റുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഓക്കെ, ഇവിടെയാണ് 5 മിനിറ്റ് ക്യാൻഡിൽ നമുക്ക് കളർ മാറ്റിയിട്ട് ബ്ലാക്ക് ആക്കാം. ഓക്കെ, ബ്ലാക്ക് കളറിലാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനെ കുറച്ചും കൂടെ താഴെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇവിടെയാണ് ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 5 മിനിറ്റിലേക്ക് മാറ്റുമ്പോൾ ഇവിടെ ഈ ക്യാൻഡിലാണ്. അതിനുശേഷം 5 മിനിറ്റ് ക്യാൻഡിൽ നമുക്ക് ഇവിടെ ഫോമായി. ടെസ്റ്റിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തു, അത് ഏകദേശം ഗ്രീൻ ക്യാൻഡിലായിട്ട് സമാപിച്ചു. പിന്നീട് വീണ്ടും നമുക്ക് റെഡ് ക്യാൻഡിൽ വന്നതുകൊണ്ട് ഇവിടെ നിന്നും നമ്മൾ എൻട്രി എടുത്തു. ഇവിടെ നിന്നും എൻട്രി എടുത്തപ്പോൾ തിരിച്ച് വീണ്ടും മുകളിലേക്ക് പോയി
എത്ര പോയിൻ്റ്? ഇവിടെ നിന്ന് നമ്മൾ എൻട്രി എടുത്തു. കാരണം റെഡ് ക്യാൻഡിൽ ഇവിടെ ഫോം ആയതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്നും എൻട്രി എടുത്തു. മുകളിലേക്ക് പോയി 30 പോയിൻ്റ് മുകളിലേക്ക് പോയി. പിന്നീട് അവിടെ നിന്ന് വീണ്ടും താഴെ വന്നു. ഇവിടെ നിന്ന് നമ്മൾ എൻട്രി എടുത്തത് താഴെ വന്ന് 57 പോയിൻ്റ്, ഏകദേശം 60 പോയിൻ്റ് പ്രോഫിറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. 1:2 അടുത്ത് 1:1.5, അതായത് നമ്മൾ 30 പോയിൻ്റാണ് SL വെക്കാറ്. നമുക്കിവിടെ എൻട്രി എടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നോക്കുമ്പോഴാണ് 30 പോയിൻ്റ് കാണുന്നത്. നമ്മൾ എൻട്രി എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നോക്കൂ, ഇതാണ് ഒരു 30ൻ്റെ ഉള്ളിലുള്ളൂ, 29 30ൻ്റെ എന്തായാലും 30-നകത്തുള്ളൂ. അപ്പോൾ ഏതായിരുന്നാലും ഇങ്ങനെയാണ് നിങ്ങൾ ട്രേഡ് ചെയ്യേണ്ടത്. ഓക്കെ, 1 അവർ ടൈം ഫ്രെയിമിൽ നോക്കിയിട്ട് 5 മിനിറ്റിലേക്ക് മാറ്റണം. ഒരു 30 പോയിൻ്റ് മിനിമം നിങ്ങൾ SL വെക്കണം. കൂടുതൽ വെക്കുന്നവർക്ക് കൂടുതൽ വെച്ച് വെയിറ്റ് ചെയ്യാം. പക്ഷേ 30 പോയിൻ്റ് പറയുമ്പോൾ നമുക്കൊരു 1 ലോട്ടിൽ 750 രൂപ. ഓക്കെ, അതാണ് നമ്മുടെ ഒരു ആവറേജ് കണക്ക്. ഒരു ദിവസം ഒരു 10,000 രൂപയൊക്കെ ക്യാപിറ്റലുള്ളവർക്കുള്ള ഒരു ചെറിയ ലോസ് എന്നുള്ളത്, മണി റിസ്ക് മാനേജ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഇതിപ്പോൾ 5 മിനിറ്റിലാണ്. 1 അവറിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് നാളെ വീണ്ടും നിഫ്റ്റി ഒന്നുകൂടെ മുകളിലേക്ക് പോകാം. അതല്ലെങ്കിൽ താഴെ ഈ ഒരു ലൈൻ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്യാൻ വരാം. ഈ ലൈൻ ബ്രേക്ക് ഔട്ട് ചെയ്യാം. ഇവിടെ ഒരു നല്ല സപ്പോർട്ടാണ്, നല്ലൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ നാളെ വീണ്ടും ഈ ഒരു ട്രെൻഡ് ലൈൻ കാണുമ്പോൾ നമുക്ക് നാളെ വീണ്ടും താഴേക്ക് വരാൻ തന്നെയാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ ഒരു റെസിസ്റ്റൻസ് റെസ്പെക്റ്റ് ചെയ്ത് നേരെ താഴെ വന്നു. മാത്രമല്ല ഇവിടെ ഒരു M പാറ്റേൺ ഫോം ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നേരെ ഹൈ നേരെ ലോ വന്നു. ഇപ്പോൾ ചെറുതായിട്ടൊരു റീടെസ്റ്റ് നടത്തിയിട്ടുണ്ട്. ഒരു പക്ഷേ ഇത് വീണ്ടും നാളെ മുകളിലേക്ക് ഏകദേശം ഇതുവരെയൊക്കെ പോയിട്ട് തിരിച്ച് താഴെ വരാം. തിരിച്ച് താഴെ വന്ന് ഈ ഒരു സ്വിങ് വരെ വരാം ഒന്നുമില്ലെങ്കിൽ. അതല്ലെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് നാളെ താഴേക്ക് വരാം. ഏതുവരെ എന്ന് ചോദിച്ചാൽ 24,750 വരെ. ഓക്കെ, ഇപ്പോൾ നിൽക്കുന്നത് 24,918. അപ്പോൾ 24,950 വരെ വരാനുള്ളൊരു സാധ്യത നമുക്ക് കാണുന്നുണ്ട്. ഇവിടെ നിന്നൊരു ലൈൻ പിടിക്കുകയാണെങ്കിൽ കറക്റ്റാണ്. നോക്കൂ, 24,750, 24,700 ആ ലെവലിലൊക്കെ നാളെ നിഫ്റ്റി താഴേക്ക് വരാനുള്ളൊരു സാധ്യത നമ്മൾ കാണുന്നുണ്ട്. നമുക്ക് നാളെ അതിനനുസരിച്ച് ട്രേഡ് സെറ്റപ്പ് നടത്താം. നിഫ്റ്റിയിൽ അപ്സൈഡിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഇതിന് മുകളിൽ എടുത്ത് പോയാൽ മതി. ഇന്നലെ പറഞ്ഞ ഹൈ വേണ്ട, അതിന് മുമ്പ് തന്നെ നമുക്ക് മുകളിലേക്ക് വരികയാണെങ്കിൽ എടുത്ത് പോകാൻ കഴിയും. ഇന്നലെ 25,185 മുകളിലാണ് പറഞ്ഞത്. പക്ഷേ ഇന്നിപ്പോൾ അത്യാവശ്യം ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് നമുക്ക് 25,135 എടുത്ത് പോകാം. 25,135 മുകളിൽ എടുത്ത് പോകാം. നമുക്ക് ഈ 2 റെസിസ്റ്റൻസ് തന്നെ നിങ്ങൾക്ക് നോട്ട് ചെയ്യാം. അതിനുമുമ്പ് ഇവിടെ ചെറുതായിട്ട് റെസിസ്റ്റൻസ് ഉണ്ട്, അത് കാര്യമില്ല, അത് ബ്രേക്ക് ചെയ്ത് പോകും മുകളിലേക്ക്. എന്നിരുന്നാലും 25,190 നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, താഴത്തേക്ക് വരികയാണെങ്കിൽ നെക്സ്റ്റ് സ്വിങ് ആയ 24,800 ഇന്നലെ പറഞ്ഞ അത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നിഫ്റ്റിയിൽ നിങ്ങൾക്ക് ഇങ്ങനെ വാച്ച് ചെയ്യാം. നമുക്കിനി ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ 1 ഡേ ടൈം ഫ്രെയിമിൽ ഇന്ന് പോലും ആ ട്രെൻഡ് ലൈനിനെ റെസ്പെക്റ്റ് ചെയ്തിട്ടുണ്ട്. നോക്കൂ, എത്ര ക്ലിയർ ആയിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കുറച്ച് ഇതിലേക്ക് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നോക്കൂ, അല്ലെങ്കിൽ ഇതിലേക്ക് ടച്ച് ചെയ്താലും ഇങ്ങനെ ലൈൻ ഇടുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് അതിനടുത്ത് പോയിട്ട് തിരിച്ചു വന്നു. അതേസമയം നമ്മൾ ഈ ഒരു ദിവസത്തെ ക്യാൻഡിലിനെ കൂടെ ടച്ച് ചെയ്തുകൊണ്ട് ലൈൻ ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റാണ്. നോക്കൂ, അപ്പോൾ ഇതൊരു മേജർ റെസിസ്റ്റൻസ് ആയിട്ട് തന്നെ നിൽക്കും. അതേസമയം നമ്മൾ ഇവിടെ മറ്റൊരു ലൈന് കൂടെ വരച്ചിരുന്നു. അതേസമയം ബോട്ടം ലൈനിന് താഴെ ഒന്നുമില്ലെങ്കിൽ നമ്മൾ ഇന്നലെ മിനിഞ്ഞാന്നത്തെ വീഡിയോയിൽ പറഞ്ഞത്, ഒന്നുമില്ലെങ്കിൽ ഇതിന് മുകളിൽ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്യണം. ഈ ഒരു ട്രെൻഡ് ലൈനിനെ, ഈ സിമെട്രിക് പാറ്റേണിൻ്റെ ടോപ്പ് ലൈനിനെ ഒന്നുമില്ലെങ്കിൽ ബ്രേക്ക് ഔട്ട് ചെയ്യണം, അല്ലെങ്കിൽ താഴേക്ക് ബ്രേക്ക് ഔട്ട് ചെയ്യണം. എന്നാൽ മാത്രമേ ബാങ്ക് നിഫ്റ്റിയിലൊരു ഹ്യൂജ് റാലി നമുക്ക് പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. അതേസമയം ഇത് വലിയ ഒരു വിടവാണ് ഇവിടെ ഉള്ളത്, അതും നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഈ അടുത്ത സമയത്തൊക്കെ
അത് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇങ്ങോട്ടെല്ലാം വരുന്തോറും ചെറുതായി വരുമല്ലോ, വളരെ കുറഞ്ഞ ഒരു പോയിൻ്റ് മതിയാവും. നമുക്ക് 300 പോയിൻറ്റിനകത്തൊക്കെ ആയി വരുമ്പോൾ ഏതായിരുന്നാലും ബ്രേക്ക് ചെയ്യും. ആ ബ്രേക്ക് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് അപ്പോൾ ഒരു പ്രോപ്പറായ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിയും. ഓക്കെ, ഇത് 1 ഡേ ടൈം ഫ്രെയിമിലാണ്. ഈ ഒരു ലൈനിനെ ഇതുവരെ ക്രോസ് ചെയ്തിട്ടില്ല. അതേസമയം 1 അവർ ടൈം ഫ്രെയിമിലേക്ക് വരുമ്പോൾ നമ്മൾ ഇന്നലെ കൊടുത്ത ലെവല് മുകളിലേക്കും ബ്രേക്ക് ആയിട്ടില്ല, താഴേക്കും ബ്രേക്ക് ആയിട്ടില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും ഈ ഒരു ലൈൻ തന്നെ നാളേക്കും വാച്ച് ചെയ്യാവുന്നതാണ്. അതായത് 50,900 താഴെ നിങ്ങൾ എൻട്രി എടുക്കുകയാണെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈന് വാച്ച് ചെയ്യണം. ഇവിടെ ലൈൻ ഇടുകയാണെങ്കിൽ നോക്കൂ, ഇതുവരെ നിങ്ങൾക്ക് 50,500 വരെ ഹോൾഡ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ വാച്ച് ചെയ്യാവുന്നതാണ്. അതേസമയം മുകളിലേക്കാണ് ബ്രേക്ക് നടത്തുന്നതെങ്കിൽ ചെറിയൊരു പോയിൻറ്റിൻ്റെ ഡിഫറൻ്റ് ഉണ്ടാവുള്ളൂ, 51,500 വരെ. ഓക്കെ, 51,380 85-നും എൻട്രി എടുക്കേണ്ടത്. നമുക്ക് 51,520 വരെ വാച്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ ഇന്നലെ പറഞ്ഞ ലെവലുകൾ തന്നെയാണ് ഇന്നും നിങ്ങൾ നാളേക്കും നിങ്ങൾ വാച്ച് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് ഫിൻ നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ ഫിൻ നിഫ്റ്റിയിൽ ഇന്നലെ പറഞ്ഞ ലെവലുകൾ 23,820 മുകളിലാണ്. നമുക്കത് ബ്രേക്ക് ചെയ്തിട്ടില്ല. കാരണം ബാങ്ക് നിഫ്റ്റിയുടെ അതേ ലെവലിലാണല്ലോ ഇതും യാത്രയാവുക. അപ്പോൾ രണ്ടുപേരും ഒരേപോലെ യാത്രയാവുന്നതുകൊണ്ട് ബാങ്ക് നിഫ്റ്റി എന്താണോ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഇത് ചെയ്യുക. പക്ഷേ ഇന്നലെ എക്സ്പയറി ഡേ ആയതുകൊണ്ടായിരിക്കാം ഫിൻ നിഫ്റ്റി നല്ല ഒരു വാളറ്റൈലിറ്റി ആയിരുന്നു. പക്ഷേ ഇന്നങ്ങനെയല്ല, ഇന്നൊരു മന്ദഗതി തന്നെയായിരുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതിങ്ങനെ വാച്ച് ചെയ്യുക. നാളേക്ക് തന്നെ ഈ ഒരു സിമെട്രി പാറ്റേൺ, ഇതൊരു ലൈൻ, ട്രെൻഡ് ലൈൻ, ബോട്ടം ട്രെൻഡ് ലൈൻ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ചെറിയൊരു വിടവുള്ളൂ. അതുകൊണ്ടാണ് താഴേക്ക് തന്നത്. നോക്കൂ, ഇതായി 30 പോയിൻറ്റിൻ്റെ വിടവേ ഉള്ളൂ. ആ ഗ്യാപ്പിൽ നമ്മൾ എടുത്താൽ ശരിയാവില്ല. അതുകൊണ്ട് 23,485 താഴെ എടുത്ത് 23,280 വരെ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അതേസമയം മുകളിലേക്കാണെങ്കിൽ 23,000 മുകളിലേക്ക് ഈ ഒരു ട്രെൻഡ് ലൈൻ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ എടുത്ത് പോവാം. 130 പോയിൻറ്റിൻ്റെ ഗ്യാപ്പുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് അഥവാ ഈ ഒരു ട്രെൻഡ് ലൈൻ മുകളിൽ, അതായത് ട്രയാങ്കിളിൻ്റെ ലൈൻ മുകളിൽ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നാളെ ഇവിടെയോ ഇവിടെയൊക്കെ ആയിരിക്കും ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്യുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 23,650 ആ ഒരു റേഞ്ചിൽ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്യുക. അതായത് ഈ ഒരു ലൈനിന് അകത്ത് നിന്ന് പുറത്തേക്ക് വന്ന് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എടുത്ത് പോകാം. അങ്ങനെയാണെങ്കിൽ 23,820 വരെ നിങ്ങൾക്ക് വാച്ച് ചെയ്യാം. അതും ബ്രേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ 23,940 വരെ നിങ്ങൾക്ക് വാച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫിൻ നിഫ്റ്റിയിൽ നിങ്ങൾക്ക് ഇങ്ങനെയും നാളെ ട്രേഡിംഗ് സെറ്റപ്പ് നടത്താവുന്നതാണ്. അടുത്തത് മിഡ് ക്യാപ് നിഫ്റ്റി. മിഡ് ക്യാപ് നിഫ്റ്റി നമുക്ക് എന്തായാലും താഴേക്ക് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇവിടെ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുണ്ട്. അതേസമയം ഒരു എം പാറ്റേൺ, അല്ലെങ്കിൽ ഇവിടെ നിന്നും ഹൈ ക്രിയേറ്റ് ചെയ്തു, ലോ വന്നു, വീണ്ടും ഇവിടെ നിന്ന് ഹൈ ക്രിയേറ്റ് ചെയ്തു, ലോ വന്നു. ഇപ്പോൾ ഏകദേശം ഈ ഒരു സിങ്ങിലേക്ക് എത്തി. നാളെ ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് താഴേക്ക് എടുത്ത് വരാൻ കഴിയും. നോക്കൂ, 13,080 താഴെ, 13,080 താഴെ ബ്രേക്ക് ഔട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എൻട്രി എടുക്കാം. ഓക്കെ, കാരണം ഈ ഒരു സിങ്ങിൽ നിന്ന് ഇതുവരെ എന്തായാലും വരാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ ഒരു സ്ട്രോങ് സപ്പോർട്ടാണ്, നോക്കിയാൽ കാണാൻ പറ്റും നിങ്ങൾക്ക്. ഇവിടെയൊക്കെ സപ്പോർട്ട് ഏരിയയാണ് 12,988, 12,990 വരെ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മിഡ് ക്യാപ് നിഫ്റ്റിയിൽ ഇതുപോലെ നാളെ വാച്ച് ചെയ്യാവുന്നതാണ്. അതേസമയം മറ്റൊരു കാര്യം കൂടെ ഉണ്ട്, ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യേണ്ടി വരും. ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി എന്തായാലും മിഡ് ക്യാപ്പ് വരാനുള്ള സാധ്യത ഉണ്ട്, 50 പോയിൻറ്റ്. ഓക്കെ, അപ്പോൾ അടിയിലേക്ക് താഴേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ നോക്കാം. മുകളിലേക്കാണെങ്കിൽ ഇവിടെ നിന്ന് എടുത്താൽ 13,250 നിന്ന് എടുത്താൽ 13,297 ഉള്ളൂ. ഏതായിരുന്നാലും ഇവിടെ നിന്ന് നോക്കാം, ഒരു 10-40 പോയിൻറ്റിൻ്റെ ഡിഫറൻറ്റിൽ നോക്കാം. പക്ഷേ ഒന്നുകൂടെ പ്രോപ്പറായിട്ടുള്ള എൻട്രി എന്ന് പറയുന്നത് ഇവിടെ നിന്നാണ്, 13,300 മുകളിൽ. ഓക്കെ, അപ്പം മിഡ് ക്യാപ് നിഫ്റ്റിയിൽ നിങ്ങൾക്ക് ഇങ്ങനെ ട്രേഡിംഗ് സെറ്റപ്പ് നടത്താവുന്നതാണ്. ഈ 4 ഇൻഡെക്സുകളും നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ വരയ്ക്കുക, സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് നോക്കുക, കറക്റ്റായ സമയത്ത് പറഞ്ഞ സമയങ്ങളിൽ എൻട്രി എടുക്കാൻ ശ്രമിക്കുക, കറക്റ്റായിട്ട് സ്റ്റോപ്പ് ലോസ് വയ്ക്കുക. നമ്മൾ നേരത്തെ 15 മിനിറ്റിൽ ഒരു സ്ട്രാറ്റജി പറഞ്ഞിട്ടുണ്ടായിരുന്നു.
അത് എടുക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരു 30 പോയിൻ്റ് മിനിമം നിങ്ങൾ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് വേണം എൻട്രി എടുത്ത് പോകാൻ. എന്നാലാണ് കറക്റ്റായിട്ടൊരു പ്രോഫിറ്റ് ആണെങ്കിൽ, അതായത് നമ്മൾ ഉദ്ദേശിച്ച ഭാഗത്തേക്കാണ് പോകുന്നത് എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടുള്ളൂ. അല്ലാത്ത സമയം ചെറിയ സ്റ്റോപ്പ് ലോസ് ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് സ്റ്റോപ്പ് ലോസ് ഹിറ്റാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നാളെയും നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. ബൈ.